ഒരു നിമിഷം നിശ്ചലമായി നിന്ന് സൂര്യ തേജസ് ഹൃദയത്തിലേക്ക് ആവാഹിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ജീവസ്രോതസ്സായി എന്നും സേവനം ചെയ്യുന്നതിന് നമുക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാം. നമുക്ക് ഒരു റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യാം. ശ്വാസമുള്ളിലേക്കെടുത്ത് കൈകൾ ഉയർത്തി തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് പ്രണാമാസനം ചെയ്യുക. ശ്വാസമുള്ളിലേക്കെടുത്ത് കൈകൾ മുമ്പോട്ടാക്കി പിന്നിലേക്കാഞ്ഞ് ഹൃദയം തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുട്ടുമടക്കി മെല്ലെ മുമ്പോട്ട് മടങ്ങുക. ശ്വാസമുള്ളിലേക്കെടുത്ത് വലത് കാല് പിന്നിലേക്ക് വച്ച് അശ്വസഞ്ചലനാസനം ചെയ്യുക. ശ്വാസമുള്ളിൽ നിർത്തിക്കൊണ്ട് ഇടത് കാല് പിന്നിലേക്കെടുത്ത് സന്തുലനാസനം ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരം ചെയ്യുക. ശ്വാസമുള്ളിലേക്കെടുത്ത് ഭുജംഗാസനം ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് പർവ്വതാസനം ചെയ്യുക. ശ്വാസമുള്ളിലേക്കെടുത്ത് വലത് കാല് മുമ്പോട്ട് കൊണ്ടുവന്ന് ഇടത് കാല് താഴെ വച്ച് മുമ്പോട്ട് നോക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാല് മുമ്പോട്ട് കൊണ്ടുവരിക. ശ്വാസമുള്ളിലേക്കെടുത്ത് കൈകൾ ഉയർത്തി ഹൃദയം തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുമ്പോട്ട് മടങ്ങുക. പാദഹസ്താസനം. ശ്വാസമുള്ളിലേക്കെടുത്ത് അശ്വസഞ്ചലനാസനം. ഇടത് കാല് പിന്നിലേക്ക്. ശ്വാസമുള്ളിൽ നിർത്തിക്കൊണ്ട് വലത് കാല്. ശ്വാസം പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരം. ശ്വാസമുള്ളിലേക്കെടുത്ത് ഭുജംഗാസനം. ശ്വാസം പുറത്തേക്ക് വിട്ട് പർവ്വതാസനം ചെയ്യുക. ശ്വാസമുള്ളിലേക്കെടുത്ത് ഇടത് കാൽ മുമ്പോട്ട് കൊണ്ടുവന്ന് അശ്വസഞ്ചലനാസനം ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം ചെയ്യുക. ശ്വാസമുള്ളിലേക്കെടുത്ത് ഹസ്ത ഉത്തനാസനം ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് പ്രണാമാസനം ചെയ്യുക. കണ്ണുകളടച്ച് ഒരു നിമിഷം നിശ്ചലമായി നിന്ന് ശരീരത്തിലെ പ്രാണന്റെ പ്രവാഹത്തെ അറിയുക. ഇനി 1-2 തവണ ദീർഘമായി ശ്വസിക്കുക. ഇനി ത്രികോണാസനം ചെയ്യാനായിട്ട് വലത് കാല് പിന്നിലേക്ക് കൊണ്ടുവരിക. വലത് പാദം വലതുവശത്തേക്ക് തിരിച്ച് വലത് കൈ ഉയർത്തി ഇടത്തോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇടത് കൈ സോഫ്റ്റായിട്ട് താഴോട്ട് കൊണ്ടുവരിക. കണ്ണുകൾ അടച്ച് ബ്രീത്ത് ചെയ്യുക. ശ്വാസം മുകളിലേക്ക് എടുത്ത് കാലുകൾ ഉറപ്പിച്ച് വെച്ച് മുകളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈ താഴ്ത്തുക. ഇടത് കാല് മുമ്പോട്ട് കൊണ്ടുവരിക. വലത് കാല് വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടത് കൈ ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട് സ്ട്രെച്ച് ചെയ്യുക. കണ്ണുകളടച്ച് ഇവിടെ 4-5 തവണ ബ്രീത്ത് ചെയ്യുക ദീർഘമായിട്ട്.
ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് ഉയർന്നു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വരിക. വലത് കാലം മുമ്പോട്ട് തിരിച്ച് കാലുകൾ ഒരുമിച്ച് കൊണ്ടുവരിക. വൃക്ഷാസനത്തിന് വലത് കാല് ഇടത് തുടയിൽ വച്ച് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. മുമ്പിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ദൃഷ്ടി പതിപ്പിച്ച് ബ്രീത്ത് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ കൈകൾ താഴ്ത്തുക. കാലും താഴ്ത്തുക. ഇടത് കാല് വലത് തുടയിൽ വച്ച് കൈകൾ ഉയർത്തി ഇവിടെയും 4-5 തവണ ദീർഘമായിട്ട് ശ്വസിക്കുക. കണ്ണുകൾ മറ്റൊരിടത്തും പോകാതെ ഒരു ബിന്ദുവിൽ തന്നെ ശ്രദ്ധിച്ച് ബ്രീത്ത് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴ്ത്തുക. കാലും താഴ്ത്തുക. ധനുരാസനം ചെയ്യാനായിട്ട് കമിഴ്ന്ന് കിടക്കുക. കാലുകൾ മടക്കി കാൽപാദങ്ങൾ കൈകൾ കൊണ്ട് പിടിച്ച് ശ്വാസം ഉള്ളിലേക്കെടുത്ത് തല ഉയർത്തുക. കാലുകൾ ഉയർത്തുക. 4-5 തവണ ബ്രീത്ത് ചെയ്യുക. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട് വരിക. കൈകൾ നെഞ്ചിനിരുവശവും വച്ച് കുത്തി ഉയർന്ന് മെല്ലെ ശശാങ്കാസനത്തിലേക്ക് വരിക. ശശാങ്കാസനത്തിൽ വിശ്രമിക്കുക. കൈകൾ പിന്നിലേക്ക് ആക്കുക. കൈകൾ ഇരുവശവും വച്ച് മെല്ലെ ഉയർന്നു വരിക. അർദ്ധ മത്സ്യന്ദ്രാസനം ചെയ്യാനായിട്ട് ഇടതുവശത്തേക്ക് ഇരിക്കുക. വലത് പാദം ഇടത് മുട്ടിന് പുറത്തു വച്ച് വലത് കൈ പിന്നിലാക്കി ഇടത് കൈ ഉയർത്തി വലത് പാദത്തിന് പിടിക്കുക. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള പോസ് ചെയ്യുക, ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട്. ഇനി നട്ടെല്ലാം നിവർന്ന് പിന്നിലേക്ക് നോക്കുക. കണ്ണുകളടച്ച് 4-5 തവണ ബ്രീത്ത് ചെയ്യുക. ശ്വാസമുള്ളിലേക്കെടുത്ത് മുമ്പോട്ട് തിരിയുക. വിപരീത ദിശയിൽ നട്ടെല്ലാം ചലിപ്പിക്കുക.
ഇടതുവശത്തേക്ക് നോക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുമ്പോട്ട് വരിക. കാലുകൾ മാറ്റി വയ്ക്കുക. ഇടത് പാദം വലത് മുട്ടിന് പുറത്ത് വയ്ച്ച് വലത് കൈ ഇടത് മുട്ടിന് പുറത്തു കൊണ്ടുവന്ന് ഇടത് പാദം പിടിക്കുക. നട്ടെല്ല് നിവർന്ന് പിന്നിലേക്ക് നോക്കുക. എപ്പോഴും ദീർഘമായിട്ട് ശ്വസിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ ആസനങ്ങളിലും. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുമ്പോട്ട് തിരിയുക. കൈപ്പത്തികൾ വലതുവശത്ത് വെച്ച് നട്ടെല്ല് നിവർന്ന് പിന്നിലേക്ക് നോക്കുക. മെല്ലെ ശ്വാസമെടുത്ത് മുമ്പോട്ട് തിരിയുക. ഇനി കശേരുക്കൾ ഓരോന്നായിട്ട് തറയിൽ പതിക്കുന്ന വിധം താഴോട്ട് വരിക. കണങ്കാല് പിടിച്ച് ശ്വാസം ഉള്ളിലേക്കെടുത്ത് അരക്കെട്ട് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് അരക്കെട്ട് താഴ്ത്തുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് അരക്കെട്ട് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് അരക്കെട്ട് താഴ്ത്തുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് താഴ്ത്തുക. കാലുകൾ മുമ്പോട്ടാക്കി ശവാസനം ചെയ്യാനായിട്ട് തയ്യാറാവുക. ഇവിടെ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് ലഭ്യമായ അത്രയും സമയം ശവാസനയിൽ കിടന്ന് ദീർഘമായിട്ട് ശ്വസിക്കുക. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴേക്കും ശരീരം മുഴുവൻ വികസിക്കുന്നത് അറിയുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ശരീരം റിലാക്സ് ചെയ്യുന്നത് അറിയുക. അങ്ങനെ പരമാവധി സമയം കിടന്നിട്ട് ഉണരുക. സമയക്കുറവുണ്ടെങ്കിൽ 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ ചെയ്ത് നിർത്തുക. ഉണരുന്നതിന് മുമ്പ് കൈകളിലും കാലുകളും ഒന്ന് ചലിപ്പിച്ച് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇനി മെല്ലെ ഉണർന്നു വരിക. ധ്യാനാസനത്തിലിരുന്ന് കൈകൾ കൂപ്പി സർവ്വലോകത്തിന് നന്ദി പറയുക, ഇങ്ങനൊരവസരം കിട്ടിയതിന്. ദിവസം മുഴുവനും ഹൃദയത്തിൽ ഇപ്പോൾ നിറച്ച പ്രകാശം കൊണ്ട് നടക്കുക. കാണുന്നവർക്കൊക്കെ അത് പങ്കുവയ്ക്കുക. നമസ്തേ.